പള്ളി കൂദാശ രണ്ടാം വ്യാഴം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിഷ്യന്മാരെ അയക്കുന്നു. ആദ്യം 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് വനിതാ ശിഷ്യരെയും അവനെ അനുഗമിക്കുന്നു. പിന്നീട് പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും അധികാരം നൽകി അപ്പസ്തോലന്മാരെ അയക്കുന്നു. അവസാനം ഇന്നിതാ 72 ശിഷ്യന്മാരെ ചുറ്റുമുള്ള എല്ലാ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അയക്കുന്നു. യേശുവിനെ അനുകരിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാനുള്ള ഒരു പരിശീലനമായിരുന്നു അത്. പക്ഷേ സൽപ്രവർത്തികൾക്കിറങ്ങുമ്പോൾ വഴിമുടക്കാൻ ചുറ്റുമുണ്ടാക്കുന്ന പൈശാചിക ശക്തികളെ ഒഴിവാക്കാനുള്ള അധികാരമാണ് അവൻ ആദ്യം തന്റെ അപ്പസ്തോലന്മാർക്ക് നൽകുന്നത്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. എല്ലാ കാലത്തും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പും ആനുകൂല്യവുമാണ്. വലിയ വലിയ ദൗത്യങ്ങളല്ല, ദൈവത്തിന്റെ ഇഷ്ടവും വാക്കും മാത്രം അനുസരിക്കുന്നതാണ് ദൈവരാജ്യ പ്രഘോഷണം.